ഇങ്ങനെ ഓർഗാനിക്കായിട്ട് ചെയ്തു വരുന്ന കുറേ ആളുകൾ അവരിലേക്ക് ഈ മായം കലർത്തുന്ന തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം കമ്പനീസ് അങ്ങനെയുള്ള ഉടമകളൊക്കെ വന്ന് സമീപിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഒരിക്കലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരിമേളകൾ നടത്തുമ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അരിമേള നടത്തിയിട്ടുണ്ട്, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം കലൂർ സ്റ്റേഡിയം, ഇവിടെ എല്ലാം അരിമേള നടത്തുമ്പോൾ ഞങ്ങൾക്കൊന്നും ആക്ച്വലി ഒരു സർട്ടിഫിക്കറ്റും പ്രസന്റ് ചെയ്യാനില്ല. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നമ്മളെ. അന്ന് ഞങ്ങൾ വിറ്റത് 1 കിലോ അരിയല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു അരിമേളകളിലും 1 കിലോയുടെ പാക്ക് ഉണ്ടാവില്ല, 5 കിലോയുടെ പാക്കാണ് ഉള്ളത്. അപ്പോൾ ആൾക്കാർ വന്ന് ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ, നിങ്ങളിത് ചെറുതാക്കി വെക്കണ്ടേ, നിങ്ങൾ ഈ 5 കിലോ കൊണ്ടുപോയിക്കോ, ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നാളെ ഈ 5 കിലോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കൊണ്ടുവന്നോ, പൈസ തരാമെന്ന് പറയും. ഒരാളും കൊണ്ടുവന്നിട്ടില്ല. കാര്യം അതുപോലെ അതിൻ്റെ പിന്നിൽ അന്ന് എൻ്റെ ചെറിയ മോന് 4 മാസമൊക്കെ ഉള്ളൂ ഈ അരിമേളകളൊക്കെ വരുന്ന, ഈ എറണാകുളം അരിമേളയൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ അത്രയ്ക്ക് അതിൻ്റെ പിന്നിൽ ഒരരി നമ്മൾ കൊണ്ടുവന്നാൽ അത് നമ്മൾ വെച്ച് നോക്കി അതിൻ്റെ വേവും രുചിയും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉള്ളൂ അത് വിൽപ്പനയ്ക്ക് നമ്മൾ വെക്കുകയുള്ളായിരുന്നു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന വിശ്വാസം അതേപടി വാങ്ങുന്നവർക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഉൽപ്പന്നം വിറ്റിരുന്നത്. അന്ന് നമ്മളുടെ നെല്ലിന് വരെ 100 രൂപയിലധികം തരാമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ച കമ്പനികളുണ്ടായിരുന്നു. നിങ്ങളുടെ നെല്ല് തന്നാൽ മതി 100 രൂപ. അന്ന് ഞങ്ങൾ അരി 100 രൂപയ്ക്ക് വിൽക്കുന്നത്, അതായത് 1 കിലോ നെല്ലിൽ നിന്ന് ഒരു 70% അടുത്തേ അരി കിട്ടുകയുള്ളൂ. അന്ന് നമ്മുടെ നെല്ല് ടൺ കണക്കിന് എടുക്കാൻ ഓർഗാനിക് കമ്പനികൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ അങ്ങനെ കൊടുക്കാൻ സമ്മതമായിരുന്നില്ല, നമുക്ക് സന്നദ്ധമായിരുന്നില്ല. അന്ന് നമ്മൾ ഓർത്തത് നമ്മുടെ അരി നമ്മൾ തന്നെ വിൽക്കാം എന്നാണ് ഓർത്തത്. പക്ഷേ അതൊക്കെ അന്നത്തെ ചിന്താഗതി ശരിയായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ നമുക്ക് സാമ്പത്തികമായി ലാഭമൊന്നും ഇതിൽ നിന്നൊന്നും ഈ ഒരു കാലയളവിൽ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ കൃഷി ചെയ്തു എന്നതുകൊണ്ട് നമുക്കുണ്ടായിട്ടില്ല. ഒരാൾ മായം കലർത്താൻ സമീപിച്ചിട്ടുമില്ല, നമ്മളോട് നല്ല ഉൽപ്പന്നം തന്നെ ചോദിച്ചിട്ടുള്ളൂ. അന്ന് നമ്മൾ കൊടുത്തിട്ടുമില്ല. പക്ഷേ കൊടുത്തിരുന്നത് ചിലപ്പോൾ സാമ്പത്തികമായി നമ്മൾ അതായത് ഒരു റോ മെറ്റീരിയൽ സപ്ലൈ, അതായത് പാഡി കൃഷി ചെയ്യുന്നു, നെല്ല് കൃഷി ചെയ്യുന്നു, ആ നെല്ലിനെ വിൽക്കാൻ നമുക്ക് അന്ന് സാധിച്ചേനെ. അന്ന് അത് ചെയ്തില്ല. അന്ന് അരിയാക്കി അത് നമ്മുടേതായ ചില ടെക്നിക്സ് ഉണ്ടായിരുന്നു. പ്രോസസ്സിങ് മെത്തഡിലൂടെ എല്ലാം അരിയാക്കിയും പൊടിയാക്കിയും അരിയുടെ മറ്റുൽപ്പന്നങ്ങളാക്കിയും തന്നെയാണ് വിറ്റിരുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപാട് ടൈപ്പ് ഓഫ് അരികൾ അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് അരികൾ ആണ് മാം സോഴ്സ് ചെയ്തിരുന്നത്. അതായത് ഓൾമോസ്റ്റ് 40ക്ക് മുകളിൽ അല്ലേ, 40+. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക്? അപ്പം നോർമലി നമ്മളൊരു ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് സോഴ്സ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അങ്ങനെ മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പം ഇത്തരം വെറൈറ്റികളിലേക്ക് എത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? നമ്മൾ പറഞ്ഞല്ലോ 2009 തൊട്ട് 2018 വരെ നമ്മൾ തനിയെ കൃഷി ചെയ്തു, പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്തു. പക്ഷെ ആ ഫ്ലഡിൽ വന്ന പ്രശ്നം, നമ്മൾക്ക് ലീസ് ലാൻഡുകൾക്കൊന്നും ആരും ഇപ്പോൾ എഗ്രിമെന്റ് വെക്കുന്നില്ല. എന്നുവെച്ചാൽ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ പേടിച്ചിട്ട് ആരും എഗ്രിമെന്റ് വെക്കുന്നില്ല. അപ്പം നമ്മൾ കൃഷി അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്ത്, സത്യത്തിൽ 2018 ഞാൻ ഈ പ്രൊഫഷനെ വിട്ടതാ. ഇതിപ്പോൾ വേണ്ട. പിന്നെ 2019 ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബായിൽ പോയുള്ള എൻ്റെ അനുഭവം, നമ്മളിത് നിൽക്കേണ്ട ആവശ്യകത കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഈ എന്നുവെച്ചാൽ അന്ന് പ്രളയത്തിൽ നഷ്ടപരിഹാരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം നമ്മൾ എഗ്രിമെൻ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളോട് ആരും വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. കാര്യം നമ്മളൊക്കെ പലരുടെയും സാമൂഹ്യമായി പലതിനോടും ബന്ധപ്പെട്ടിരുന്നവരാരും നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ, നിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. നമ്മളെവിടെയും അങ്ങനെ പോയി സങ്കടങ്ങൾ പറഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പാലക്കാട് വർഷങ്ങളായി അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അന്ന് ഈ നെല്ല് കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ചധികം ആൾക്കാരെ നാച്ചുറൽ എഡിബിൾസിൻ്റെ ഫാമേഴ്സായിട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്താൽ മതി. 40 രൂപയ്ക്കാണ് ഞാൻ 1 കിലോ നെല്ല് അവരോട് എടുത്തുകൊണ്ടിരുന്നത്. 40 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വപ്നം കാണാത്ത ഒരു വിലയായിരുന്നു. അതിനകത്ത് ആളുടെ അധ്വാനം ഒത്തിരിയുണ്ട്. ഇപ്പൊ ആൾക്കാർ നമ്മൾ കെമിക്കൽ ഫ്രീ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. മാത്രമല്ല, ഇപ്പം ഞാനിപ്പം നമ്മുടെ മുതലമട പഞ്ചായത്താണ് ഞങ്ങളുടെ എൻ്റെ യൂണിറ്റ് ഇരുന്ന പഞ്ചായത്ത്. അപ്പം ഞാൻ അവിടെ ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ എന്നോട് ഉദ്യോഗസ്ഥർ ചോദിക്കും, ഇതെന്താണ് മാഡം, നിങ്ങളിത് എവിടെ നിന്ന് കിട്ടുന്ന ഈ സാധനമൊക്കെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, നമ്മുടെ പലശനയിലെ ഗിരീഷില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്നാളില്ലേ, ഓ ശരി, അവരൊക്കെ അങ്ങനെ തന്നെ.
ഒരു നാട്ടുകാർ മൊത്തം സർട്ടിഫൈ ചെയ്ത മനുഷ്യരായിരുന്നു എൻ്റെ ഫാമേഴ്സ്. അവരെക്കുറിച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ചോദിച്ചാൽ പോലും ഒരാൾ മറിച്ച് പറയില്ല. വർഷങ്ങളായി അതേപോലെ 50 വർഷത്തിലധികമോ 100 വർഷത്തിലധികമോ രാസവിമുക്ത കൃഷി ചെയ്തവരായിരുന്നു എൻ്റെ കർഷകർ. അപ്പം ഞാനത് അവർക്ക് ഉറപ്പ് വരുത്തായിരുന്നു, നിങ്ങൾ ചെയ്തോ, നെല്ല് ഞാൻ എടുത്തോളാം. അപ്പോൾ അവർ ചെയ്യുന്ന ഏത് നെല്ലും, ഇപ്പോൾ രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, ഇതൊക്കെ എനിക്ക് പാലക്കാട് നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു കലൂർ സ്റ്റേഡിയത്തിൽ എൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, 400 സ്ക്വയർ ഫീറ്റിലായിരുന്നു. അവിടെ ഞാൻ ഏറ്റവും അധികം വിറ്റിരുന്നത് അരി ഉൽപ്പന്നങ്ങളും പ്ലസ് എണ്ണ, ചെറിയ തോതിൽ മില്ലറ്റ്സ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കട വലുതാക്കണം എന്നുള്ള ആശയം വന്നപ്പോൾ, അതായത് ഈ അരി കഴിക്കുന്നവർക്ക് മറ്റു സാധനങ്ങളും വേണമല്ലോ, പരിപ്പ് വേണം, പയറ് വേണം. അതിനുള്ള വഴി തേടി ഞാൻ തമിഴ്നാടും ആന്ധ്രയും സ്റ്റേറ്റ് വിട്ടു. സ്റ്റേറ്റ് വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നാടൻ നെല്ലുകൾ ഉൽപ്പന്നം എന്ന് പറയല, നാടൻ നെല്ലിൻ്റെ ഇനങ്ങൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരിമേള നടത്തുമ്പോൾ ഓരോ നെല്ലിനും ഓരോ അരിക്കും, അതിൽ നിന്ന് വരുന്ന ഓരോ അരിക്കും ഓരോ ഗുണങ്ങളുണ്ട്. പൂങ്കാറ് ഗർഭകാലത്ത് അല്ലെ ലാക്ടേറ്റിംഗ് മദറിനുള്ളതാണ്. ഇനി നിങ്ങൾക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു അരിയുണ്ട്. അതുപോലെ എല്ലാത്തിനും നെർവ് ഇഷ്യൂസ് ഉള്ളവർക്ക് അരിയുണ്ട്. അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പ്രായത്തിൽ അവനെ ബാധിക്കാവുന്ന അനാരോഗ്യങ്ങളെ എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ജീവിത സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. അത് ഏറെക്കുറെ പാലിക്കുന്നുണ്ട് കേരളം വിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ അരിയെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നു. വയനാട്ടിലെയും കേരളത്തിന് പുറത്തുള്ള ആന്ധ്ര, തമിഴ്നാട്, കർണാടക റൈസിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു എക്സിബിഷൻ വെച്ചു. എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു 10-12 വർഷം മുമ്പാണ് നമ്മൾ അരിമേളകൾ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് ഒരു പത്രവാർത്ത വന്നാൽ മതി, അരി ഇങ്ങനെ ഉണ്ട്, നവര മുതൽ ഇന്ന അരി വരെ, അല്ലെ രക്തശാലി തൊട്ട് നവര വരെ. അന്ന് ഞങ്ങൾ മമ്മൂട്ടിയുടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് വലിയ വാർത്തയൊക്കെ പത്രക്കാരെഴുതും, മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അരിമേളയിൽ വന്നാൽ മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ മമ്മൂട്ടി കൂടെ ഉണ്ടായിരുന്നു. മമ്മൂക്കായുടെ കൃഷി 5 വർഷം ചെയ്തിരുന്നു. ശ്രീനിവാസന്റെ കൃഷി തുടങ്ങി കൊടുത്തത് ഞങ്ങളാണ്. 2 വർഷം ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലയളവിൽ അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു. ഈവൻ സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യണമല്ലോ നമ്മൾ. അന്ന് ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയൊക്കെ അന്നും ഭയങ്കര ഫുഡിൽ ഭയങ്കര കോൺഷ്യസ് ആയ ആളാണ്, വളരെ നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾ. അതുപോലെ മമ്മൂക്ക അധികം അരി കഴിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. പുള്ളി വളരെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നയാളാണ്. അപ്പോൾ അവരുടെയൊക്കെ ട്രസ്റ്റ് നമ്മളിലേക്ക് വന്നതെന്നു വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം ഒരു ആരോഗ്യം എന്ന് പറഞ്ഞ ആശയമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അരിയും അങ്ങനെ തന്നെ വെറൈറ്റി റൈസിലുള്ള ആരോഗ്യം പത്രങ്ങൾ എഴുതുമ്പോൾ ആൾക്കാർ അറിയുമെന്ന് ധരിച്ചു. ഈ റീസെൻ്റ്ലി ഏപ്രിലിൽ ഞാൻ അരിമേള നടത്തി 42 ഇനം അരിയെ കൊണ്ടുവന്ന് പത്രങ്ങൾ, ചാനലുകൾ വാർത്ത ചെയ്തിട്ടും 10 പേരിലധികം അവിടെ വന്നിട്ടില്ല അത് വാങ്ങാൻ. അപ്പോഴാണ് എന്താ പറയാ, നമ്മൾ ആ നഗ്ന സത്യം തിരിച്ചതെന്ന് പറഞ്ഞാൽ, അയ്യോ ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു.